ഹലോ നമസ്കാരം. കുറേ ആളുകൾക്ക് ഭാഷ പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ആരോട് ഭാഷ എങ്ങനെ പഠിക്കണ്ടേ, അതിൻ്റെ പ്രാഥമിക സ്റ്റെപ്പ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ഭാഷ സംസാരിച്ചിട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് കുറേ ആളുകൾക്ക് അറിയാത്തത്. അതായത് എങ്ങനെ ഭാഷ സംസാരിച്ച് പഠിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കുറേ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് നിങ്ങൾ സംസാരിച്ച് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലൊക്കെ ഞാൻ ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം പറയാനുള്ളത് കുറേ പൊട്ടത്തരങ്ങൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഭാഷ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഭാഷ പഠിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നൊരു പദം നിങ്ങൾ ഉപയോഗിച്ചു, ആ പദം നാളെ ഉപയോഗിച്ചു, മറ്റന്നാൾ ഉപയോഗിച്ചു, അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്കത് നാവും തുമ്പത്തേക്ക് കിട്ടുക, അതേപോലെ തന്നെ മൈൻഡിൽ സ്റ്റോർ ആവുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അപ്പം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പൊട്ടത്തരം പറയുന്നതിന് ഒരു മടിയൊന്നും കൂടണ്ട. നിങ്ങളല്ലേ പൊട്ടത്തരം പറയുന്നത്, പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല, നോ വറി, ജസ്റ്റ് കീപ് സ്പീക്കിംഗ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നും മോർണിംഗിന് ഹിന്ദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കും. എൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ എണീറ്റു, അപ്പോൾ മെയിൻ സുബഹ സെ उठ गया, फिर मुझे लाइक ग्राउंड में चल गई, आई डोंट नो, फिर मैं लाइक कुछ किताब पढ़ गया, फिर मुझे वहाँ चली, ലൈക്ക് അങ്ങനെ ഞാനിങ്ങനെ എന്ത് ചെയ്യും, സംസാരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാനിത് സംസാരിക്കുമ്പോഴാണ് അവിടെ പോയപ്പോൾ ഇരുന്നു, ഈ ഒരു കാര്യം എങ്ങനെ ഹിന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഗൂഗിൾ ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ AI-നോടോ ജെമിനിനോടോ അങ്ങനെ ഏതെങ്കിലും ഒന്നിനോട് ഞാൻ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾ സംസാരിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രധാന ഗുണം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഒരു ആവശ്യ സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ആ പദം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ്, അത് നിങ്ങൾ മറക്കൂല. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കുറേ ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കണം, പൊട്ടത്തരങ്ങൾ ഇങ്ങനെ പറയണം. ഇറ്റ്സ് ഓക്കെ, അബ്സല്യൂട്ട്ലി ഓക്കെ ടു ഹാവ് സം പൊട്ടത്തരങ്ങൾ, നോ വറി, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സംസാരിക്കുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സംസാരിച്ചിട്ടാണ് എനിക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭാഷ പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടോ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ പദങ്ങൾ, പുതിയ സെൻറ്റൻസുകൾ ആവശ്യമായിട്ട് വരും. അത് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേഷനോ ജെമിനിയോ ചാറ്റ് ബോട്ടുകളോ ചാറ്റ് ജിപിടിനോടൊക്കെ ചോദിച്ച് പഠിക്കുക. ആ പഠിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യില്ല, മറക്കൂല. അത് നിങ്ങൾ നെക്സ്റ്റ് ഡേ വീണ്ടും ആവർത്തിക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യുമ്പോൾ നാവും തുമ്പത്തേക്കും കിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമുക്കൊരു തരം ബോറാണ്, നമുക്ക് തന്നെ ഇതൊന്നും ശരിയാവുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലാംഗ്വേജ് പാർട്ട്ണറോട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ലാംഗ്വേജ് പാർട്ട്ണർ എവിടെ കിട്ടുക എന്നുള്ളൊരു സംശയം ഉണ്ടാകും. അതിന് നമ്മൾക്ക് ജെമിനിൻ്റെ ലൈവ് ഇൻറ്ററാക്ഷൻ ഓപ്ഷൻ ഉണ്ട്. അത് എങ്ങനെ, അതായത് ലൈവ് ഇൻറ്ററാക്ഷൻ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നത് നന്നാവും. ഇതുപോലത്തെ ഒരുപാട് ലാംഗ്വേജ് റിലേറ്റഡ് ആയ എൻ്റെ എക്സ്പീരിയൻസുകൾ ഒരുപാട് ഞാൻ പറയുന്നുണ്ട് ഈ ഒരു ചാനലിലൂടെ. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കുഞ്ഞു കമൻറ്റും ഇടുക. താങ്ക് യു സോ മച്ച്.